മരണത്തിന് വേണ്ടിയുള്ള മുന്നറിയിപ്പുകൾ, അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി നമുക്കെല്ലാവർക്കും മരണത്തിന് വേണ്ടി ഒരുങ്ങാം. എന്റെയും മുടി നരച്ചു കഴിഞ്ഞു, നിങ്ങളുടെയും മുടി നരച്ചു കഴിഞ്ഞു. പഴയ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് രോഗങ്ങൾ വന്നല്ലോ. ഇതാണ് മരണത്തിന്റെ 3 അടയാളങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 അടയാളങ്ങളും ജീവിതത്തിൽ വന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? ഫസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. നബിയേ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചോ നബിയേ. അല്ലാഹുവിൻ്റെ പ്രവാചകനോട് പറയുകയാണ്, നന്മകൾ അധികരിപ്പിക്കണം. അതുപോലെ ഇസ്തിഗ്ഫാർ, പടച്ചവനെ അവിടുന്ന് പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മരണത്തിൻ്റെ അടയാളം വന്നവര്, പ്രായമായവര്, രോഗം പിടിപെട്ടവര്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവര്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നമുക്കൊരുങ്ങാം, നമുക്കൊന്ന് തയ്യാറാകാം. മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്തു വെക്കാ. ഖളായി പോയ നമസ്കാരങ്ങൾ ആവർത്തിച്ച് നിസ്കരിക്ക്. അതൊക്കെ പടച്ചവനെ ഓരോ ഫർദിന്റെ കൂടെ നിസ്കരിക്ക്. ഒരുപാട് പടച്ചവന് കഴിവിന്റെ പരമാവധി സദഖ ചെയ്യ്. ഒരുപാട് ദിക്റുകൾ പറ, ഒരുപാട് ഇസ്തിഗ്ഫാർ പറ, പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദുആയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങിക്കോ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട്, പടച്ചവനെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ പുറത്തു തരണേ എന്ന നിയ്യത്തോട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരേ ഒരു പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അന്ന് വരെ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് പാപം പുറത്തവരുടെ ചരിത്രമുണ്ടല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് പാപങ്ങൾ പുറത്തവരുടെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി സമയമില്ല, ഇനി സമയമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനൊരു പാപവും ചെയ്യില്ലല്ലോ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹി വന്നിട്ടല്ലാതെ പ്രവാചകനൊന്നും പറയില്ലല്ലോ. ആ പ്രവാചകൻ പോലും ഓരോ ദിവസവും 100 പ്രാവശ്യം പറയുമായിരുന്നു, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഒരു ദിവസം 100 വട്ടം അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു. ഒരു പാപവും ചെയ്യാത്ത മഅസൂമായ മുത്തുനബിയുണ്ടല്ലോ, അവിടെ 100 വട്ടം ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിറാജ് എത്ര പറയണം മനുഷ്യ? നമ്മളൊക്കെ എത്ര ഇസ്തിഗ്ഫാർ പറയേണ്ടവരാ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപമാ. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് പോലും എനിക്കറിയില്ലല്ലോ അല്ലാ. പടച്ച
പഠിച്ചവരെ, എത്ര പാപമാണ് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തത് എങ്കിലും ഞാൻ എത്ര പ്രാവശ്യം പറയണം മനുഷ്യ? ഒരു പാപം പോലും ചെയ്യാത്ത മുത്തുനബി 100 വട്ടം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവിയായ ഞാൻ എത്രയാ പറയേണ്ടത്? ചിന്തിച്ചു നോക്ക് സഹോദരാ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ പറയാൻ തുടങ്ങിക്കോ. നഷ്ടമില്ലല്ലോ, നഷ്ടമില്ലല്ലോ, ലാഭമല്ലേ ഉള്ളൂ, നേട്ടമല്ലേ ഉള്ളൂ. നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ജീവിതത്തിൽ ഒരുപാട് പിഴവ് വന്നു റബ്ബേ, കള്ള് കുടിച്ച് റബ്ബേ, വ്യഭിചരിച്ചു റബ്ബേ, മോശമായ കാര്യങ്ങൾ ചെയ്തു പോയി റബ്ബേ, പറ്റിപ്പോയതാണല്ലാ, ഇനി ചെയ്യില്ല അല്ലാ, നന്നാക്കണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. മതി മനുഷ്യ, നിന്റെ പാപങ്ങൾ പൊറുക്കാനത് മതി. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ടല്ലോ, മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഹസൻ ബസരി തങ്ങളുടെ മുന്നിലിരുന്നിട്ടാണ് നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനായ കള്ളുകുടിയനായ ഏറ്റവും മോശക്കാരനായ മനുഷ്യന് അസ്തഗ്ഫിറുള്ളയെ കുറിച്ച് ഹസൻ ബസരി തങ്ങൾ പറയുന്നത് കേട്ടപ്പോ ആ സദസ്സിലിരുന്ന് കൊണ്ട് ചോദിക്കുകയാ, ഞാൻ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ട് റബ്ബിനോട് പറഞ്ഞ എന്റെ ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമോ? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നിന്നെപ്പോലെ 100 പേര് പറഞ്ഞാലും അല്ലാഹു പുറത്തു തരികയാ. ആ മനുഷ്യനാട് ഇൽമിന്റെ സദസ്സിലിരുന്ന് കൊണ്ട് തല താഴ്ത്തി പിടിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, എങ്ങനെയാണ് പശ്ചാത്തപിക്കണ്ടെന്ന് പോലും എനിക്കറിയില്ല അല്ലാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ മഹാര്, ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു റബ്ബേ. അസ്തഗ്ഫിറുള്ള പറഞ്ഞ പാപം പൊറുക്കുമെന്ന് ഈ മഹാൻ ഇവിടെ ഇരുന്ന് പറയുകയാണ്. അതുകൊണ്ട് റബ്ബേ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഏറ്റുപറയുകയാണ്. ഇനി ഒരിക്കലും ചെയ്യൂല, ഇനി ഒരിക്കലും ചെയ്യൂല. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. ആ മനുഷ്യൻ തന്നെ ചോദിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ തൗബ നീ സ്വീകരിച്ച എനിക്ക് 3 അടയാളം കാണിച്ചു തരണമല്ലാ. ആ 3 അടയാളവും അല്ലാഹു കാണിച്ചു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ